ഹായ്. എന്തോ പറയണമെന്ന് അറിയാൻ വയ്യ. ഇന്നലെ ജന്മനാളൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. പിന്നെ അമ്മയുടെ വീട്ടിൽ പോയി. അങ്ങനെ സമയമൊക്കെ പോയി. നല്ല രസമുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നഴ്സിംഗ് കഴിഞ്ഞ് ചെറിയൊരു കോഴ്സ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് എക്സാം എഴുതി. ആദ്യത്തെ എക്സാമിൽ കിട്ടിയില്ല. രണ്ടാമത്തെ എക്സാമിലാണ് പാസ്സായത്. കൊള്ളായിരുന്നു. ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാവരും ഒരുമിച്ച് ആയിരുന്നു ക്ലാസ്സൊക്കെ. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതും നേഴ്സായിട്ട് തന്നെയാണ്. അതൊരു സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. പിന്നെ ഐ ഹാവിങ് സൈക്കാട്രിക് പ്രോബ്ലം. സോ ഞാൻ അവിടുത്തെ ഒരു പേഷ്യൻ്റാണ്. അവിടെ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ ഞാനവിടെ സ്റ്റേ ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ എക്സാം പാസ്സായതുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. റിയലി അവിടെ ഈ കർത്തവ്യ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയും. വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഈ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ചില മാനസികമായിട്ട് കൊഗ്നിഷൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്കാവാൻ വേണ്ടി ചില ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനൊരു സ്റ്റാഫ് പോലെ നിൽക്കുവാണ്. കൂട്ടത്തിൽ വേറെ സ്റ്റാഫ് നേഴ്സുമാരുണ്ട്. പിന്നെ പല മേഖലയിൽ നിന്ന് വന്ന് പല ആൾക്കാരുണ്ട്. അടുപ്പം ഏതാണ്ട് പേഷ്യൻ്റ് പോലെ അവിടെ നിൽക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് പ്ലസ് അവിടെ ഒരു ഹോസ്പീസ് സെറ്റപ്പുണ്ട്. ഹോസ്പീസ് മീൻസ് പാലിയേറ്റീവ് കെയർ പോലെ ഒരു വിഭാഗമുണ്ട്. അവിടുത്തേക്ക് സ്റ്റാഫായിട്ട് ആഡ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുവാണ്. പിന്നെ ദിസ് ഈസ് സം കൈൻഡ് ഓഫ് ടെർമിനൽ ഇൽനെസ്. ലൈക്ക് ഇഫ് യു ഹാവിങ് ദാറ്റ് ഡിസീസ് ഇറ്റ് വിൽ ബി പെർമനൻറ്റ്. അങ്ങനെയുള്ളൊരവസ്ഥ ആയതുകൊണ്ടാണ് അവിടെ തന്നെ ഇങ്ങനെ തുടർന്ന് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് അങ്ങനെ സ്കിപ്പ് ചെയ്ത് വരാൻ പറ്റുന്നില്ല. ഇപ്പോൾ അഡീഷണൽ ഒരു കോഴ്സ് പഠിച്ചു. ജോലി അങ്ങനെ ആയിരിക്കാം. ഇനി അങ്ങോട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഡയറി പോലെ ചെയ്തേക്കുന്നത്. ശരി. ഹാവ് എ നൈസ് മോർണിംഗ് ടു ആൾ.